ശബരിമലയിൽ വീണ്ടും വലിയ ഭക്തജന തിരക്ക്. പമ്പയിലും നിരക്കലിലും ഇലവുങ്കലിലുമെല്ലാം തീർത്ഥാടകരെ തടഞ്ഞു. മണിക്കൂറുകൾ ക്യൂ നിന്നാൽ മാത്രമേ ശബരീശ ദർശനം സാധ്യമാകൂ. വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കുമെന്നാണ് സൂചന. കഴിഞ്ഞ ആഴ്ചത്തേന് സമാനമായ തിരക്കിനാണ് ശബരിമല വീണ്ടും സാക്ഷ്യം വഹിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ അപ്പാച്ചിമേട് വരെയായിരുന്നു തീർത്ഥാടകരുടെ നീണ്ട നിര. മണിക്കൂറുകൾ കാത്തുനിന്നാൽ മാത്രമേ ശബരീശ ദർശനം സാധ്യമാകൂ. ശബരിമലയിൽ ഉൾക്കൊള്ളാവുന്നതിലധികം ഭക്തജനങ്ങൾ എത്തിയതോടെ മറ്റിടങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്തി തുടങ്ങി. അതേസമയം ഭക്തർ മണിക്കൂറുകൾ ക്യൂ നിൽക്കുമ്പോൾ സന്നിധാനത്തെ ഫ്ലൈ ഓവർ കാലിയാണ്. തിരക്ക് നിയന്ത്രിക്കുന്നതിന് സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട് എന്നാണ് പോലീസ് ഭാഷ്യം. ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള വിപുലമായിട്ടുള്ള പോലീസിന്റെ ഡിപ്ലോയ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ 1250ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ സന്നിധാനത്ത് നിയോഗിച്ചിട്ടുണ്ട്. അതിൽ 50% പോലീസ് ഉദ്യോഗസ്ഥരെ ഇന്ന് ചേഞ്ച് ചെയ്തു. ഫേസ് ഡ്യൂട്ടിക്കായിട്ട് 50% ആളുകളെ ചേഞ്ച് ചെയ്തു. ബാക്കി 50% വരുന്ന 22, 21 തീയതികളിലായിട്ട് അവർ മാറ്റും. അതുകൂടാതെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി 100ഓളം പോലീസ് ഉദ്യോഗസ്ഥർ വീണ്ടും നമ്മൾ അടുത്ത ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുകയാണ്. 90,000-ലധികം തീർത്ഥാടകർ ഇന്നലെ സന്നിധാനത്തെത്തിയെന്നാണ് പോലീസിന്റെ കണക്ക്. അതിനിടെ പോലീസിന്റെ പുതിയ ബാച്ചും സന്നിധാനത്ത് ചുമതലയേറ്റു. വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത. ഡിസംബർ 27-നാണ് മണ്ഡലപൂജ നടക്കുക. ജനം, സന്നിധാനം.